വലിയ ട്രാഫിക് ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണിപ്പോൾ പുതിയ ദൃശ്യങ്ങൾ വരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് തൊട്ടടുത്ത ഗ്രൗണ്ടിലേക്കാണെങ്കിൽ പോലും അവിടെ വരെ എത്തിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ നേരത്തെ തന്നെ വലിയ ക്രമീകരണങ്ങളുണ്ടായിരുന്നു. അതിന്റെ തുടർച്ച നമ്മൾ കൊച്ചിയിലും കാണുകയാണ്. വലിയ ഗതാഗത നിയന്ത്രണത്തോടുകൂടി അതീവ സൂക്ഷ്മതയോടെ ഈ ദൗത്യം നടപ്പാക്കുകയാണ്. റിയ ബേബിയുണ്ട്. റിയ പറയൂ. റിയ, ഇപ്പോൾ വാഹനങ്ങൾ പുറപ്പെടുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നു. രതീഷ്, ഇപ്പോൾ നമ്മൾ കണ്ടത് എറണാകുളം ജനറൽ ആശുപത്രിയിലെ ആംബുലൻസ് ആണ്. ഹൃദയം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇതാ ഗോശ്രീ ജംഗ്ഷൻ കഴിഞ്ഞു പോയിരിക്കുന്നു. 6-7 മിനിറ്റ് കൊണ്ട് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിലാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ആംബുലൻസ് ഇപ്പോൾ ഗോശ്രീ ജംഗ്ഷൻ കഴിഞ്ഞ് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിവേഗത്തിൽ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ആംബുലൻസിന് പോകാൻ പാത ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ വേഗത്തിൽ എത്താൻ കഴിയുമെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ഉദ്യോഗസ്ഥർ സജ്ജമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ ആംബുലൻസിന് ഹൈക്കോടതി ജംഗ്ഷൻ കഴിഞ്ഞിരിക്കുന്നു. ഹൈക്കോടതി ജംഗ്ഷനും കഴിഞ്ഞ് അതിവേഗം ആംബുലൻസ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തും. എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. കാരണം ഈ ഹൃദയം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഹയാത്തിന്റെ ഹെലിപ്പാഡിലെത്തി അവിടെ നിന്ന് ഹൈക്കോടതി ജംഗ്ഷൻ കഴിഞ്ഞ് മേനക വഴി ജനറൽ ആശുപത്രിയിലേക്ക് എത്താൻ 4 കിലോമീറ്ററിൽ താഴെ ദൂരമേ ഉള്ളൂ. 7 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് അവിടേക്കെത്തും. പ്രത്യേക റോഡ് ക്രമീകരിച്ചുകൊണ്ട് ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടുള്ള യാത്രയായതുകൊണ്ട് തന്നെ അതിലും താഴെ സമയം മാത്രമേ എടുക്കുകയുള്ളൂ. മുൻ രക്ഷാദൗത്യങ്ങളിലും എയർ ആംബുലൻസ് വഴിയുള്ള ഹൃദയം എത്തിക്കുന്ന ദൗത്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതിവേഗത്തിൽ പ്രത്യേക പരിശീലനം അതായത് പരിചയമുള്ള ആംബുലൻസ് ഡ്രൈവർമാർ തന്നെ ആ ദൗത്യത്തിന് മുന്നോട്ട് വരികയും എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് പോലീസ് വഴിയൊരുക്കുകയും ചെയ്തതൊക്കെ അതേ ക്രമീകരണം തന്നെയാണ് ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ആംബുലൻസിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഹൃദയവുമായുള്ള ആംബുലൻസ് ആണ് ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.